മുനമ്പത്ത് ഭിന്നിപ്പുണ്ട്. കാരണം ഈ വിഷയം കത്തിക്കാൻ പാടില്ല. വളരെ സംയമനത്തോടും സൂക്ഷ്മമായും നോക്കേണ്ട കാര്യമാണ്. ഇത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇടയുള്ള ഒരു വിഷയമാണ് എന്ന തിരിച്ചറിവ് UDF-നുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ആ രൂപത്തിൽ അവരുടെ അടുത്ത് പോയി സംസാരിക്കും, അല്ലെങ്കിൽ ഇത് സർക്കാരിനെതിരായ ഒരു വലിയ ആയുധമായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന രീതിയിലേക്ക് UDF പോയിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് അതിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന രീതിയിൽ VD സതീശൻ പ്രതികരിച്ചു. അതിനുശേഷം ലീഗായാലും വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെയുള്ള ആളുകളെ 600ഓളം വരുന്ന കുടുംബങ്ങളെ വഴിയാധാരമാക്കരുത്, അവർക്ക് അവിടുന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന കാര്യത്തിൽ ഒരുമിച്ചുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിനും ലീഗിനും ഉണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും വരാപ്പുഴ ബിഷപ്പിനെ പോയി കണ്ട് 3 പേരും കൂടി ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരുമിച്ച് നീങ്ങാം, ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരുമിച്ച് നീങ്ങണമെന്നൊരു ഉറപ്പ് പരസ്പരം കൊടുത്ത ശേഷമാണ് അവരെ പിരിഞ്ഞിരിക്കുന്നത്. ആ ഉറപ്പ് ഇപ്പോഴും ലീഗ് അത് പാലിക്കുന്നുണ്ട്. അതാണ് ലീഗിൻ്റെ ചരിത്രവും. നേരത്തെ ബാബറി മസ്ജിദ് വിഷയത്തിലായാലും മറ്റ് പല വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിലായാലും ലീഗ് എടുത്തിരിക്കുന്ന എപ്പോഴും എടുക്കാറുള്ള നിലപാട് ഒരു സമന്വയത്തിൻ്റെ നിലപാടാണ്. അവരുടെ അണികളെ ആ തരത്തിൽ സമാധാനിപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ കോഴിക്കോട് മാറാട് കലാപത്തിലടക്കം കണ്ടിട്ടുള്ളതാണ് ലീഗിൻ്റെ ആ ഒരു സമന്വയത്തിൻ്റെ രീതി.